Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ആംഗ്ലിക്കൻ സഭയിൽ വിശ്വാസികളുടെ എണ്ണം കുറയുകയാണ്. പുതുതലമുറ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നതോടെ പല പള്ളികളും അടച്ചുപൂട്ടേണ്ടിയും വന്നു. ദൈവവിളി കുറഞ്ഞതോടെ വൈദികർക്കും ക്ഷാമമാണ്. വികാരിമാരുടെ കുറവ് ഗുരുതരമായതോടെ 2026 ഒരു വികാരിക്ക് ഇപ്പോഴുള്ളതിന്റെ 4 ഇരട്ടി കർമ്മങ്ങൾ നടത്തേണ്ടതായി വരുമെന്നാണ് റിപ്പോർട്ട്. ലങ്കൻഷെയറിലെ സ്വിൻഡർബി പള്ളികളുടെ ചുമതലയുള്ള റവറന്റ് കാനോൻ ആൻഡ്രൂ വാഗനാണ് ഇപ്പോൾ തന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ലിങ്കൺ രൂപത നടത്തിയ ഒരു വിശകലനത്തെ തുടർന്നാണ് ഈ തീരുമാനം. ഒട്ടുമിക്ക പുരോഹിതന്മാർക്കും അടുത്ത വർഷം മുതൽ കൂടുതൽ പള്ളികളിൽ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടതായി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ 4 പള്ളികളുടെ ചുമതലയുള്ള തനിക്ക് അടുത്ത വർഷം മുതൽ 11 പള്ളികളുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതായി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ചില ഗ്രാമീണ മേഖലകളിൽ ഒരു വികാരിക്ക് 20 മുതൽ 30 പള്ളികളുടെ ചുമതല വരെ നിർവഹിക്കേണ്ടതായി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പള്ളിക്ക് ഒരു വികാരി എന്ന അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലിങ്കൺ രൂപതയിലെ റവറന്റ് കാനോൻ ക്രിസ്റ്റീൻ ഗോൾഡ് സ്മിത്ത് പറയുന്നത്. എങ്ങനെ നിലനിൽപ്പ് ഭദ്രമാക്കാം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസി സമൂഹത്തിന് നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ആവശ്യത്തിനുള്ള സംഭാവനകൾ വിശ്വാസി സമൂഹത്തിൽ നിന്ന് ലഭിക്കാതായതോടെ ഇപ്പോൾ രൂപതയിലുള്ളത് 116 പൂർണ്ണ സമയ വികാരികൾ മാത്രമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. 600-ലധികം പള്ളികളിലെ കാര്യങ്ങൾ ഇവർ നോക്കേണ്ടതുണ്ട്. ഇതിൽ ചില പള്ളികൾ ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങൾക്കായി മാത്രമേ ഇപ്പോൾ തുറക്കുന്നുള്ളൂ. 2025 രൂപതയുടെ ബഡ്ജറ്റിൽ കാണിക്കുന്നത് 1.5 മില്യൺ പൗണ്ടിന്റെ കമ്മിയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുവന്നതിന് പിന്നാലെ അവസാനിപ്പിച്ച എറാസ്മസ് വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതിയിൽ UK വീണ്ടും ചേരാനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് UK ഈ പദ്ധതിയിലേക്ക് തിരിച്ചെത്താൻ ചർച്ചകൾ ആരംഭിച്ചത്. സർക്കാർ നിലവിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എറാസ്മസ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠനം, പരിശീലനം, സന്നദ്ധ സേവനം എന്നിവയ്ക്കായി 1 വർഷം വരെ ധനസഹായം ലഭിക്കും. ബ്രെക്സിറ്റിന് പിന്നാലെ 2021 എറാസ്മസിന് പകരമായി ട്യൂറിംഗ് പദ്ധതി UK ആരംഭിച്ചിരുന്നു. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സമാന അവസരങ്ങൾ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. യൂറോപ്യൻ യൂണിയനുമായി പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് എറാസ്മസിലേക്കുള്ള തിരിച്ചുവരവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമറെ നേരത്തെ തന്നെ യുവജന കൈമാറ്റ പദ്ധതികൾ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാകുന്ന പുതിയ കരാറിന്റെ ഭാഗമാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. തീരുമാനം യാഥാർത്ഥ്യമായാൽ ആയിരക്കണക്കിന് UK വിദ്യാർത്ഥികൾക്ക് വീണ്ടും യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ലഭിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. എഗ്മോറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ നടന്ന കല്ലേറിൽ ട്രെയിനിലെ 6 കോച്ചുകളുടെ ചില്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഗുരുദാചലം താൽനൂർ സെക്ഷനിലൂടെ ട്രെയിൻ സഞ്ചരിക്കുമ്പോഴായിരുന്നു സംഭവത്തിൽ 16 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള 4 ആൺകുട്ടികളെ റെയിൽവേ സംരക്ഷണ സേന പിടികൂടി. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ഒരു എക്സിക്യൂട്ടീവ് കോച്ചിന്റെയും 5 AC 3 ടയർ കോച്ചുകളുടെയും ചില്ലുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. കല്ലേറിൽ യാത്രക്കാരിൽ ആർക്കും പരിക്കേറ്റു. തുടർന്ന് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രെയിൻ പരിശോധന നടത്തി. നവംബർ 16 ആരംഭിച്ച ശബരിമല തീർത്ഥാടന കാലം 1 മാസം പിന്നിടുമ്പോൾ അയ്യപ്പ ദർശന പുണ്യം നേടിയത് 26,81,460 ഭക്തർ. ഡിസംബർ 16 വൈകിട്ട് 8 മണിവരെയുള്ള കണക്ക് പ്രകാരമാണിത്. വിവിധ കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണവും ഇക്കൊല്ലം വർദ്ധിച്ചു. അഴുതക്കടവ് പമ്പ വഴി 46,690 ഭക്തരും സത്രം വഴി 74,473 പേരും സന്നിധാനത്തെത്തി. പമ്പയിൽ നിന്ന് ശബരിമലയിൽ എത്തിയവരുടെ എണ്ണം 25,60,297 ആണ്. സത്രം വഴി ശരാശരി 4,000 പേരാണ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നത്. 1 മാസം പൂർത്തിയാകുന്ന ഡിസംബർ 16 ആകെ 66,289 ഭക്തരാണ് മല ചവിട്ടിയത്. ഡിസംബർ 8 ഏറ്റവും അധികം പേരെത്തിയത് 1,01,844 പേർ. നവംബർ 24 ഭക്തരുടെ എണ്ണം 1,00,000 കഴിഞ്ഞിരുന്നു. 1,0867 പേർ. അയ്യപ്പ ദർശനത്തിനായി കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി കൃത്യതയാർന്ന ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് വനംവകുപ്പിന്റെ പാണ്ടിത്താവളം സെക്ഷൻ ഓഫീസർ B ശിവപ്രസാദ് പറഞ്ഞു. സത്രം, ഉപ്പുപാറ, കഴുതക്കുഴി, പാണ്ടിത്താവളം എന്നിങ്ങനെ 4 സെക്ഷനുകളാണ് സത്രം വഴിയുള്ള കാനനപാതയിലുള്ളത്. സത്രം, ഉപ്പുപാറ പോയിന്റുകളിൽ പോലീസും വനം വകുപ്പുമാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ബാക്കി പോയിന്റുകളിൽ സുരക്ഷാ ചുമതല പൂർണ്ണമായും വനം വകുപ്പിനാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, വാച്ചർമാർ, എക്കോ ഗാർഡുകൾ തുടങ്ങിയവരാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്ന് ഭക്തർക്ക് സംരക്ഷണം നൽകുന്നതിനായി റൈഫിളുകളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ട്. കൂടാതെ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ സഹായത്തിന് ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ദേവസ്വത്തിന്റെയും സ്ട്രെച്ചർ സംഘവും സജ്ജമാണ്. പെരിയാർ വെസ്റ്റ് ഡിവിഷൻ കീഴിലുള്ള പമ്പ റേഞ്ചും അഴുത റേഞ്ച് ഉദ്യോഗസ്ഥരും യോജിച്ചാണ് കാനനപാത വഴിയുള്ള ഭക്തരുടെ തീർത്ഥാടന യാത്രയിലെ സുരക്ഷ ഏകോപിപ്പിക്കുന്നത്. അതേസമയം അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാക്കി KSRTC സജീവമാണ്. പമ്പയിൽ നിന്ന് മാത്രം 196 ബസ്സുകളാണ് സർവീസ് നടത്തുക. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഇരുവശത്തേക്കുമായി ഇതുവരെ 71,500 ചെയിൻ സർവീസുകൾ KSRTC പൂർത്തിയാക്കി.
പമ്പയിലേക്ക് 8030, പമ്പയിൽ നിന്നും 8050 എന്നിങ്ങനെ ദീർഘദൂര സർവീസുകൾ KSRTC നടത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തെങ്കാശി, പഴനി, കോയമ്പത്തൂർ തുടങ്ങിയ ഇന്റർസ്റ്റേറ്റ് സർവീസുകളും KSRTC ആരംഭിച്ചിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ലീഗ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ 3ാം ഡിവിഷൻ ടീമായ കാർഡിഫ് സിറ്റിയെ 3-1 തോൽപ്പിച്ച് ചെൽസി സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഡേവിഡ് ടേൺബുളിന്റെ ഹെഡറിലൂടെ കാർഡിഫ് സമനില നേടിയെങ്കിലും ഗാർണോച്ചോ നേടിയ 2 ഗോളുകളും പെഡ്രോ നെറ്റോ നേടിയ 1 ഗോളും ചേർന്ന് ബ്ലൂസിനെ രക്ഷിച്ചു. ക്ലബ് ലോകകപ്പ്, യുവേഫ കോൺഫറൻസ് ലീഗും ചെൽസിക്ക് നേടിക്കൊടുത്ത മറഷ്കയുടെ കീഴിൽ 18 മാസത്തിനിടെ ചെൽസി സെമിയിലെത്തുന്നത് ഇത് 3ാം തവണയാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.03 ഇന്ത്യൻ രൂപയാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.